മുത്തുമണി കൽബിള് നമ്മളെന്നത്തെ ഇവർക്കൊണ്ടുള്ളി ആ തല മുതൽ ഈ പച്ചനെറ്റുള്ള ഭാഗമല്ലേ അവിടെ ആ തല മുതൽ ഇങ്ങനെ വന്നിട്ട് ഈ തല ഇങ്ങനെ വരെ ഇവിടെ പച്ചനെറ്റ് കെട്ടണം. പിന്നെ ഈ തൊടുവിൽ നമുക്ക് ഒരു 15 കന്ന് വാഴക്കൊന്നും അതേപോലെ തന്നെ ഒരു 7 തെങ്ങിൻ തൈയും കുറ്റ്യാടി കുഴിച്ചിടാണ്ട് പുതിയ തൈ വെക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും ബിഫോർ ആഫ്റ്റർ ഉണ്ടാവും എങ്ങനെയൊക്കെ എന്തൊക്കെയെന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കും. മുത്തുമണികളെ നെറ്റ് കെട്ടുന്നുണ്ട്. എല്ലാം നെറ്റ് കെട്ടണമെന്ന് വെച്ചാൽ നിൽക്കാറല്ലോ പന്നി ശല്യം ഉണ്ടായതുകൊണ്ടാണ്. മറ്റേത് ഈ വായക്കന്ന് കുഴിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ, പന്നി കൊണ്ടുപോലെ മുത്തുമണികൾ. അപ്പോൾ ആദ്യം അതിനുള്ള മറകളൊക്കെ കെട്ടണം നമുക്ക്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്ത് തെങ്ങും തൈക്കുള്ള കുഴി കുത്തിക്കൊണ്ട് നിൽക്കുകയാണ് മുത്തുമണികളെ. വെക്കാനുള്ള നമുക്ക് ഈ തൊടുവിൽ. ഇതിൽ ഓൾറെഡി 4 തെങ്ങ് ഉണ്ട് വലുത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തേക്ക് ഈ സ്ഥലത്ത് കൂടി നമ്മൾ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ കുഴി കുത്തി കഴിഞ്ഞതിന് ശേഷം സൂപ്പർ മീൽ സാധനമുണ്ട്, മിക്സിലുള്ള വളം. അതാണ്ട് ഒരു 2-3 പൊടുത്ത നമ്മളതിക്കാട് ഭാരിടും. എങ്ങനെ തയ്യൊക്കെ നോക്കി കേട്ടോ കുഴി ആയതിൻ്റെ ശേഷം. പിന്നെ നമ്മൾ കീസങ്ങ് കട്ട് ചെയ്തിട്ട് മുത്തുമണികളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വെച്ചിട്ടാണ്ട് നമ്മൾ അല്ലാ വാ കൊലത്തിൽ സൂപ്പർ മീൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബാക്കിയുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാങ്ങും കൂടിയും എന്ത് ചെയ്യും അതിൻ്റെ മുകൾ ഭാഗം ഫില്ലാൻ. ഇനി ആ പാത്രത്തിൽ എന്ത് ചെയ്യും നമ്മളെന്ത് ചെയ്യും വളപ്പൊടി ഇടും. വളപ്പൊടി ഇങ്ങോട്ട് നമ്മൾ മണ്ണ് ഇടും കണ്ടല്ലേ. പിന്നെ അത് നമ്മൾ വളപ്പൊടി ഇരുന്ന് അടിയിലായിട്ട് നമ്മൾ സൂപ്പർ മീലിട്ട് അതിൻ്റെ ചുറ്റും ബാക്കി നമ്മൾ വളപ്പൊടി ഇട്ട് കൊടുക്കണേ. വളപ്പൊടി ഇട്ട് നമ്മൾ മൂടി കണ്ടല്ലേ. ആ കല്ല് മൂടാൻ പാടില്ല. കല്ലുണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ കാണാം കണ്ടല്ലേ. പിന്നെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്ത് ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ തെങ്ങുന്നതിന് എങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുത്തിന് കേട്ടോ. എല്ലാത്തിനും കാണിച്ചില്ല, ഒന്നേ കാണിക്കുള്ളൂ. വീഡിയോ ലെങ്ത് കൊണ്ടാൽ നിൽക്കാൻ ഓക്കെ ഉണ്ടല്ലേ. സെറ്റാക്കില്ലേ. ഇനി കുയ്യ് നമ്മൾ കൊല്ലം എന്ത് ചെയ്യുക, ഈ തൈ വളരുന്നതിനനുസരിച്ച് കുയ്യ് വട്ടം കൂട്ടി ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മളെ വൈബ്. പിന്നെ മുത്തുമണിയുടെ അടുത്ത വൈബ് വായക്കന്ന് വെക്കണ്. ബിസ്മില്ലാ അതന്നെ എൻ്റെ ബിഫോർ ആഫ്റ്ററൊക്കെ അവിടെ കുഴിച്ചിടുക. ആനൊരു 15 എണ്ണം. ഇത് 15ാമത്താ. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഇവിടെ 4 തെങ്ങുണ്ട് അറിയില്ല നമ്മൾ. അതിൻ്റെ 4 തെങ്ങ് ചുറ്റും ചെറിയ ഇതിലൊക്കെ ഒന്നാണ്ട് ചെനിങ്ങാണ്ട് എന്ത് ചെയ്യാണ് ഒന്ന് ലേസം ഉണ്ടായി അതാ ഇട്ട് കൊടുക്കുക ചെറിയ ഇതിൽ. അടുത്തതിലൊക്കെ ഉസാറാക്കി കിട്ടണം. പിന്നെ നമ്മളെ വൈബ് തറി മേടിക്കൊണ്ട് നിൽക്കണേ നമ്മളെ ചുറ്റുവട്ടത്തിൽ. പിന്നെ പേരൻ്റെ ഉടമസ്ഥൻ ഉണ്ട് നമുക്ക് സഹായിക്കാൻ ചെറിയ ഇതിലൊക്കെ കയറ് കെട്ടാനും കൗടിമ്പടിയൊക്കെ പിടിച്ചരാനൊക്കെ തറിൻ്റെ ആ കോട്ടിൻ്റെ ഉള്ളിലുള്ള ആളാണ്. ആൾക്ക് വീഡിയോസിൽ കാണണമെന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് മൂപ്പര് നമ്മളെ കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ കാണിച്ചെന്നാലും മുത്തുമണികളെ ഇതാണ് ഇതിനകത്ത് കണ്ടല്ലേ. ഇക്കോലത്തിലൊക്കെ നമ്മൾ കെട്ടി സെറ്റാക്കി തറികളൊക്കെ കമ്മിയാണ്. ഇനിയും ഒരുപാട് എന്ത് ചെയ്യാണ്ട് ഒന്നും കൂടി അടച്ചുറപ്പാക്കി കെട്ടണം. അത് ഇനി പെരക്കാരൻ കെട്ടുകൊണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വർക്ക് ഇത്രത്തോളമൊക്കെ ഉള്ളൂ കണ്ടില്ലേ. ആ ഏരിയ അവിടെ ആ ചാക്കിട്ടില്ല അവിടെ നട്ടി വെച്ചിന് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ എങ്ങനെയൊന്നും കെട്ടേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ 2-3 ആളെ ഹൈറ്റിൽ മതിലാണ്. അവിടെ ഒന്നും എന്തായാലും പന്നി കയറില്ല. ഇങ്ങനെയാണ് കെട്ടിയിട്ട് ഇങ്ങനെയാണ് കെട്ടി. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബുദ്ധിമുട്ട്. അപ്പോൾ അടുത്ത വീഡിയോസിനാണ്. ഓക്കെ ഗുഡ് ബൈ. താങ്ക് യു.